പ്രധാനമന്ത്രി ദുരന്ത ഭൂമിയിൽ ചീഫ് സെക്രട്ടറിയോട്, ജില്ലാ കളക്ടറോട്, സൈനികരോട് ഒക്കെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്, അവരുമായി സംവദിക്കുന്നു. ഏതായാലും കൃത്യമായ വിലയിരുത്തൽ 3 മണിക്കൂർ നേരമാണ് അദ്ദേഹം ഇവിടെ ഉള്ളത് എങ്കിൽ പോലും ആ 3 മണിക്കൂർ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വിലയിരുത്തുന്നു, ചോദിച്ചറിയുന്നു, അന്വേഷിക്കുന്നു, നേരിൽ കാണുന്നു, സ്വയം വിലയിരുത്തുന്നു. അതിനുശേഷം മറ്റ് റിപ്പോർട്ടുകൾ, മറ്റുള്ളവരുടെ തുറന്നു പറച്ചിലുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഇതിൻ്റെ കൃത്യമായ പരിഹാരമെന്നോണം ഒരു വലിയ പാക്കേജ്, കേരളം പ്രതീക്ഷിക്കുന്ന പാക്കേജ് പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ്. L3 വിഭാഗത്തിൽപ്പെടുത്തണമെന്നാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം. അതായത് തീവ്രത കൂടിയതും കേന്ദ്രത്തിൻ്റെ പങ്കാളിത്തത്തോടെ പരിഹരിക്കേണ്ടതുമായ വലിയ ദുരന്തങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ് L3 വിഭാഗം. അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം, ആശ്വാസം തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം. ഐസൻ ഒപ്പം ചേരുന്നു. ഐസൻ, പറഞ്ഞോളൂ. തീർച്ചയായും കൃഷ്ണരാജ് ഇപ്പോൾ പറഞ്ഞതുപോലെ ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു എന്നതിനപ്പുറം ഈ രാജ്യത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് പ്രധാനമന്ത്രി. അതാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. കാരണം ആ ദുരന്തത്തെ നേരിൽ കണ്ട് മനസ്സിലാക്കി ആ ദുരന്തത്തിനനുസൃതമായ മറുപടികൾ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നടപടികൾ എന്താണ് വേണ്ടത് എന്ന് ഈ പർട്ടിക്കുലർ ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം, മുണ്ടക്കൈ മേഖലയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു തീരുമാനത്തിലെത്തുക മാത്രമല്ല, ഈ പടിഞ്ഞാറൻ തീരം, പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ തീരത്തെ പൂർണ്ണമായും കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതിനെ നയപരമായ തീരുമാനങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ ദുരന്ത നിവാരണ നയത്തിന്റെ തന്നെ ചില ഉൾച്ചേർക്കലുകളിലേക്കും വികാസത്തിലേക്കും ഒക്കെ നീക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നത് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനോദ്ദേശം എന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണം. അതായത് ഈ മരണസംഖ്യയുടെ കണക്കെടുത്താൽ പോലും ഇത് L3, അതായത് ലാൻഡ് സ്ലൈഡ് 3 എന്ന് പറയുന്ന കാറ്റഗറിയിൽ, അതായത് പല തരത്തിലുള്ള സഹായങ്ങൾ, സർക്കാർ സഹായം, സർക്കാരേതര സഹായം, അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് പോലുമുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് സാധ്യമാകുന്ന ഒരു ഡിക്ലറേഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു ഡിക്ലറേഷൻ വരികയാണെങ്കിൽ തീർച്ചയായും ഇത് സംബന്ധിച്ച നിരവധിയായ പണം സംഭാവനകൾ ലഭിക്കാനും അതിന്റെ നിയന്ത്രണത്തിന് വേണ്ടി കൃത്യമായ ഒരു അതോറിറ്റി ഉണ്ടാക്കുന്നതിനും ആ അതോറിറ്റിയുടെ ഒരു അക്രൂ ഫണ്ട് വഴി ഈ തുകയെല്ലാം ചിലവഴിക്കുന്നതിനും സാധിക്കും, കൃത്യമായ പ്ലാനിംഗ് സാധിക്കും എന്നിവയെല്ലാമാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായി L3യിൽ ഡിക്ലെയർ ചെയ്താലുള്ള പ്രയോജനമായി കണക്കാക്കപ്പെടുന്നത്. നമുക്കറിയാവുന്നതാണ് ഈ പ്രദേശത്ത് ഏത് രീതിയിലുള്ള നിർമ്മാണം നടത്തണം എന്നതെ സംബന്ധിച്ചൊക്കെ വിശാലമായ കൺസൾട്ടേഷനുകൾ ആവശ്യമായ ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിന്റെ നിർമ്മാണം, ഒരു വീട് നിർമ്മിക്കുന്നതാകട്ടെ അല്ലെങ്കിൽ മറ്റു അനുബന്ധ സംവിധാനങ്ങൾ നിർമ്മിക്കുന്നത്, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ വരാം. ഐസൻ, ചൂരൽമലയിൽ നിന്ന് അദ്ദേഹം 1.5 കിലോമീറ്റർ ദൂരം സന്ദർശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കളക്ടറും ചീഫ് സെക്രട്ടറിയും ഒക്കെ ഒപ്പമുണ്ട്, ഗവർണറുണ്ട്. വെള്ളാർമല സ്കൂൾ സന്ദർശിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളാണ് വെള്ളാർമല സ്കൂൾ. അവിടുത്തെ അധ്യാപകൻ ഈ സ്കൂളിൻ്റെ പൂർണ്ണ ചിത്രം കണ്ട് മടങ്ങിപ്പോയ ശേഷം തിരിച്ച് ദുരന്തശേഷം അവിടേക്ക് വരുന്നുണ്ട്. ആ കാഴ്ച നമ്മൾ കണ്ടതാണ്. കണ്ട മാത്രയിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുകയാണ്. അദ്ദേഹം വിതുമ്പി പറയുന്നത് നമ്മൾ കേട്ടു. പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ തന്നെയാണ് പ്രകൃതി ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന്. പക്ഷേ പ്രകൃതിയെ ഉപദ്രവിക്കുന്നവർ വേറെ ഉണ്ടാകും, അതിൻ്റെ ദുരനുഭവമാകും ആ കണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ ഭൂമിയെ, പ്രകൃതിയെ സംരക്ഷിക്കണം എന്നാഗ്രഹിക്കുന്നവരാകും ഒരുപക്ഷെ പ്രതിസന്ധിയുടെ നടുവിലേക്ക് പോവുക, ദുരന്തങ്ങളിൽ പെട്ടുപോവുക എന്നുകൂടി നമ്മൾ ഓർക്കണം. ഏതായാലും വലിയ ആശ്വാസത്തിൻ്റെ വാർത്തകൾ നമ്മൾ പ്രതീക്ഷിച്ചിരിപ്പാണ്. 4 പേരെ മേപ്പാടിയിലെ ആശുപത്രിയിലെത്തി അദ്ദേഹം, ക്യാമ്പിലും ആശുപത്രിയിലുമായി 4 പേരെ അദ്ദേഹം കാണും, നേരിൽ സംസാരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ചികിത്സയിൽ കഴിയുന്ന 4 പേർ. ഒന്ന്, നമ്മൾ ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ആഴത്തിലുള്ള ചിത്രമായി നമ്മൾ കണ്ട ഒരു ദൃശ്യമുണ്ട്, ഓർമ്മയുണ്ടാകും എല്ലാവർക്കും. അതായത് ചെളിക്കുണ്ടിൽ ആഴ്ന്നു പോയി എന്നെ ഒന്ന് രക്ഷിക്കൂ എന്നുറക്കെ നിലവിളിക്കുന്ന ഒരു മനുഷ്യൻ്റെ ദൃശ്യം നമ്മൾ കണ്ടു. അരുൺ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഫയർഫോഴ്സ് അവിടേക്ക് ചെന്ന് രക്ഷപ്പെടുത്തി എടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് സുഖം പ്രാപിച്ചു വരുന്ന അരുണിനെ അവിടെ പ്രധാനമന്ത്രി കാണും, സംസാരിക്കും. സുഹൃതി എന്ന ഒഡീഷയിൽ നിന്നുള്ള ഡോക്ടറെ കാണും, സംസാരിക്കും. മറ്റൊന്ന് അവന്തിക എന്ന 8 വയസ്സുകാരി പെൺകുട്ടിയെ കാണുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ സമാശ്വസിപ്പിക്കാൻ
ജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചു കൊണ്ടുവരാൻ കരുത്തുറ്റ ഒരു പെൺകുട്ടിയായി വളർത്തിയെടുക്കാൻ ഉതകുന്ന വാക്കുകൾ പകരാൻ പ്രധാനമന്ത്രി അവന്തികയെ കാണും. നട്ടെല്ലിന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അനിൽ എന്നയാളെ കാണും. ഏതായാലും പ്രധാനമന്ത്രി വെള്ളാർമല സ്കൂൾ സന്ദർശിക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. സന്ദർശിച്ചു. അദ്ദേഹം ഒരു കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്ന് പരിസ്ഥിതിയെക്കുറിച്ച് ചുറ്റുപാടുകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുന്ന സ്കൂൾ അന്തരീക്ഷത്തിന് നടുവിലേക്കെത്തി അവിടുത്തെ അവശേഷിപ്പുകൾ കണ്ടു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകാം. കാരണം അവശേഷിപ്പുകൾ എന്താണ്? നമ്മളൊരു ജോമെട്രി കണ്ടു. മെസ്സിയെ ആരാധിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. കുട്ടി അവിടെ മറന്നു വെച്ച് പോയ ജോമെട്രി. ആ ജോമെട്രി നമ്മൾ കണ്ടു. പാവകൾ എത്ര കണ്ടു. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ജീവിതവുമായി ചേർത്ത് പിടിക്കുന്ന നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാഴ്ചകളായി മാറുന്നവ നമ്മൾ വെള്ളാർമല സ്കൂളിലും ആ പരിസരത്തുമൊക്കെ കണ്ടതാണ്. ആ അവശേഷിപ്പുകൾ കാണാൻ പ്രധാനമന്ത്രി നേരിട്ട് എത്തുന്നു. അങ്ങനെ ദുരന്ത മേഖലയിൽ സംഭവിച്ചത് എന്ത് എന്ന് ജില്ലാ കളക്ടറിൽ നിന്ന്, ചീഫ് സെക്രട്ടറിയിൽ നിന്ന്, സൈനികരിൽ നിന്ന്, മറ്റുദ്യോഗസ്ഥരിൽ നിന്ന്, ദുരന്ത നിവാരണ വിദഗ്ധരിൽ നിന്നൊക്കെ അദ്ദേഹം നേരിട്ട് അറിയുകയാണ്, മനസ്സിലാക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം മേപ്പാടിയിലെ ക്യാമ്പ്, ആശുപത്രി സന്ദർശിക്കും. അവിടെ 4 പേരെ കാണും. അതൊക്കെ നമ്മൾ പറഞ്ഞതുമാണ്. ഐസനുണ്ട്, പറയൂ. തീർച്ചയായും കൃഷ്ണരാജ്, ഇത്തരത്തിലൊരു കൃത്യമായ ഒരു ഷെഡ്യൂൾ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഈ ലഭ്യമായ ഷെഡ്യൂളുകൾ അനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഈ കുട്ടിയുമായി സംവദിക്കുമെന്നുള്ളത് എല്ലാം തന്നെ നേരത്തെ കൃത്യമായി ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ ദുരന്തത്തിന്റെ ആ ഒരു ആഘാതത്തിൽ നിന്നും ഒരു പരിധിവരെ മോചിതരായവരെ മാത്രമേ ഇത്തരത്തിൽ സംസാരിക്കാനും അത്തരത്തിൽ അവർക്ക് അവരുടെ വിഷയങ്ങൾ, അവരുടെ ആവലാതികൾ തുറന്നു പറയാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലുള്ള പക്വതയിലേക്ക് വരുന്ന മനസ്സിനെ കൃത്യമായി കണക്കാക്കിക്കൊണ്ട് മനഃശാസ്ത്രജ്ഞരുടെ ഉൾപ്പെടെ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ഇവരെയെല്ലാം തന്നെ കാണുകയും സംസാരിക്കുകയും ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും വലിയൊരു പിന്തുണ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ഇവർക്ക് ലഭിക്കും, അല്ലെങ്കിൽ മാനസികമായ ഒരു പിന്തുണ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം പല കാര്യങ്ങളിലും നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിച്ചത് നേരിട്ട് കണ്ട ഒരു സമൂഹമാണ് ഭാരതത്തിലേത്. അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യം തീർച്ചയായും ഇക്കാര്യത്തിലും ഉണ്ടാകുമെന്ന ആ ഒരു ഉറപ്പ് തന്നെയായിരിക്കും ഒരു പരിധി വലിയൊരളവോളം തീർച്ചയായും ഈ വയനാട്ടിലെ ദുരന്ത ബാധിതരിൽ അല്ലെ എല്ലാം നഷ്ടപ്പെട്ടവർ ഇത്തരം ദുരന്തം ബാധിക്കുന്നു എന്നുള്ളത് കേവലം ഒരു വെള്ളപ്പൊക്കമോ അത്തരത്തിലുള്ള ദുരന്തങ്ങളെ പോലെയല്ല, മറിച്ച് ജീവിതത്തിൽ സമ്പാദിച്ചതെല്ലാം തന്നെ, അതായത് ഏക്കർ കണക്കിനുള്ള തോട്ടങ്ങൾ പോലും നശിച്ചുപോയി, അതിൽ നിന്നും നാണ്യവിളകൾ വിളവെടുത്ത തുക പോലും നഷ്ടപ്പെട്ട മനുഷ്യരെ എല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദുരന്തത്തിന്റെ ഒരു യഥാർത്ഥ മുഖം നമുക്കിവിടെ കാണാൻ സാധിക്കും. ദുഃഖത്തിന്റെ കടലായി മാറിയ ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഓരോ വാക്കുകളും, പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കുകളും ആത്മവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ മനധൈര്യത്തിന്റെ വാക്കുകളായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും പ്രധാനമന്ത്രി ഇവരോടെല്ലാം സംസാരിക്കുകയും ഇവർക്കെല്ലാം നേരിട്ട് എന്തെങ്കിലും സാധ്യമായ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. ആ ഒരു പ്രതീക്ഷ കേരളത്തിന് മൊത്തവും അതുപോലെ തന്നെ ഈ ദുരന്ത ബാധിതരായ സാധു മനുഷ്യരുടെ മനസ്സിലുമുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഈ ദുരന്തത്തിന്റെ ആഘാതം, വലിയൊരു ആഘാതം വന്ന ദുരന്തമാണ്. ദുരന്ത നിവാരണ വിദഗ്ധരെല്ലാം തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ പഠനങ്ങളും ചർച്ചകളും നടത്തണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, കുറെ കൂടി കൃത്യമായ രീതിയിൽ പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാകണമെന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവാദിത്വപൂർവമായ സമീപനം കൂടിയായിരിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ നടക്കുന്ന ചർച്ചകളിലെല്ലാം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ തന്നെ ഈ പ്രദേശം സന്ദർശിച്ച പലരും വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ മഴയുടെ സാഹചര്യം, മഴ മാറി വരുന്ന ഒരു സാഹചര്യം, അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സാഹചര്യത്തിൽ മഴ കാലം തെറ്റി വരുന്ന മഴ, ആ കാലം തെറ്റി വരുന്ന മഴ കാലം തെറ്റുന്നതും അത് ഫ്രീക്വന്റ് ആയി പെയ്യുകയും പിന്നീട് കുറെ കാലം പെയ്യാതിരിക്കുകയും ചെയ്യുക, അത്തരത്തിൽ മഴയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ മാറിയിരിക്കുന്നു. ഈ വയനാട്ടുകാരോടൊക്കെ ചോദിച്ചാൽ തന്നെ അറിയാൻ സാധിക്കും, മഴയില്ലാത്ത ദിവസങ്ങളില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ നേരിയ മഴയായിരുന്നു, കാര്യമായൊരു മഴയല്ല, നൂൽമഴ എന്നൊക്കെ പറയുന്ന മഴയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ മഴ ഈ പ്രകൃതിയെ നശിപ്പിച്ചിരുന്നില്ല, സംരക്ഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലങ്ങളിലായി ഉണ്ടാകുന്നത് ആർത്തലച്ച് പെയ്യുന്ന മഴയാണ്. ഈ നൂൽമഴയേക്കാൾ എത്രയോ വലിയ ഇരട്ടി ശക്തിയിൽ പെയ്യുകയും അത് വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് അടിസ്ഥാനപരമായ കാരണം തീർച്ചയായും നമുക്കറിയാം, ആഗോളതാപനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളെല്ലാം തന്നെ ആഗോളതലത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ട മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ഭാരതം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബയോഫ്യൂവലുകളിലേക്കും അതുപോലെ തന്നെ ഈ കൺവെൻഷണൽ അല്ലാത്ത ഈ ഇന്ധനങ്ങളിലേക്കും മാറുന്നതും ഈ ദുരന്തങ്ങളിൽ നിന്നും ഈ സമൂഹത്തെ സംരക്ഷിച്ചു പിടിക്കുന്നതിനുള്ള ഒരു നീക്കത്തിന്റെ നയം കൂടിയാണ്. അത്തരത്തിൽ വിശാലമായ നയങ്ങൾ, അതായത് കേവലം
കേവലം ഒരു ദുരന്തം അതിനെ അഭിസംബോധന ചെയ്യുക, അതിൽ നഷ്ടപ്പെട്ടവർക്ക് അതിന് നഷ്ടത്തിന് എന്തെങ്കിലും പരിഹാരം ചെയ്യുക, അതിനുശേഷം അവരെ സഹായിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അതിനുശേഷം എന്തെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കുക എന്നതിനപ്പുറം ഈ രാജ്യത്തിന്റെ തന്നെ ഭാവിയെ തന്നെ കൃത്യമായി നിർവചിക്കാവുന്ന, ഒരു പാരിസ്ഥിതിക ഭാവിയെ തന്നെ കൃത്യമായി നിർവചിക്കാവുന്ന നീക്കങ്ങളിലേക്കുള്ള ചർച്ചകളുടെ തുടക്കമായിരിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനവും അനുബന്ധമായ പഠനങ്ങളും എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, പശ്ചിമഘട്ടം ഏറെ പരിസ്ഥിതി സമ്പന്നമായ പരിസ്ഥിതിയെ ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശം. ഐസൻ രാവിലെ ഒരു വാർത്ത നൽകിയിരുന്നല്ലോ, ഈ സംരക്ഷിത വനമേഖലയിലെ നീർച്ചാലുകൾ പോലും വഴിമാറി സഞ്ചരിക്കുന്നു, അതില്ലാതാകുന്നു. ഇതൊക്കെ ഈ മുണ്ടക്കൈ ദുരന്തത്തിന് വലിയ കാരണമായെന്ന ഒരു നിഗമനത്തിലേക്ക് കേന്ദ്ര സംഘം എത്തിയെന്ന്. അതിനെക്കുറിച്ച് സുരക്ഷിത വനമേഖലകളിലെ ഈ നീർച്ചാലുകളെല്ലാം തന്നെ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഈ മഴ ഉണ്ടാകുമ്പോൾ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും എല്ലാം തന്നെ തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ ഒരു ഗർത്തങ്ങൾ നമുക്ക് ഈ വയനാട്ടിലെ ഈ പല മലപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഉരുൾപൊട്ടലിനെ നമുക്കിപ്പോൾ ഉരുൾപൊട്ടലിൽ കാണുന്ന ചിത്രത്തിന്റെ നേരിയ ചിത്രങ്ങൾ, പലയിടങ്ങളിലായി മണ്ണിടിഞ്ഞ ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലൊരു സ്വാഭാവിക പ്രകൃതിയാണ് ഈ പ്രദേശത്തെ മണ്ണിനുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഇടിയുകയും അതിനനുസരിച്ചിട്ട് അതിന്റെ ഭൂമിയുടെ രീതി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഭൂപ്രകൃതിയാണ്, അല്ലെങ്കിൽ മലമ്പ്രദേശങ്ങളിലെ ഒരു പ്രകൃതിയാണ് ഈ ഭൂമിയിലുള്ളത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് തീർച്ചയായും ഇത്തരത്തിൽ മണ്ണിടിച്ചിലുകൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായ വലിയ നീർച്ചാലുകൾ, ചെറിയ അരുവികൾ എന്നതിനപ്പുറം വലിയ താരതമ്യേന വലിയ നീർച്ചാലുകൾ, 8-10 അടി വീതിയൊക്കെയുള്ള നീർച്ചാലുകൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ അടഞ്ഞു കിടക്കുന്ന സാഹചര്യങ്ങളിൽ, മണ്ണ് നിറഞ്ഞു കിടക്കുന്ന സാഹചര്യങ്ങളിൽ അവിടെ കാര്യമായി മറ്റ് ചെടികളൊക്കെ വളരുകയും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ഉരുളൻകല്ലുകളെല്ലാം തന്നെ എത്തിപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ നീരൊഴുക്ക് പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രത്യേകം എടുത്തു പറയേണ്ടത്, ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി തന്നെ റിസർവ്ഡ് വനങ്ങളിൽ, അതായത് സംരക്ഷിത മേഖലകളിലേക്ക് കടക്കാൻ പോലും പാടില്ല. നമുക്കറിയാവുന്നതാണ്, സംരക്ഷിത വനമേഖല മാർക്ക് ചെയ്തിടത്തേക്ക് കടന്നാൽ വലിയ ശിക്ഷ ലഭിക്കുന്ന നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവിടെ കടക്കുക, ഒരാളെ പ്രവേശിക്കുക പോലും ചെയ്യാതെ കൃത്യമായ നിരീക്ഷണത്തിന് വേണ്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മാത്രം പോകുന്ന പ്രദേശത്ത് കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാവുക, ഇത്തരത്തിൽ മണ്ണ് മാറ്റുക, അത് സ്വാഭാവികമായ ഭൂമിയുടെ അവസ്ഥ സുരക്ഷിതമായി നിലനിർത്തി താഴെ താമസിക്കുന്ന സാധാരണ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ജീവന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്ന